ഞാൻ വേറൊരു കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ കുറേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് കാണുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇതൊരു 1 ഇയർ കോഴ്സല്ലേ? ഇപ്പോഴും ഒരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങൾ പഠിച്ച ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഇതിൽ പഠിക്കുന്ന കണ്ടൻറ്റ് വാല്യുബിൾ ആണോ, ഫ്യൂച്ചറിസ്റ്റിക് ആണോ, ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണോ, ചുമ്മാ എല്ലാവരും പറയുന്ന പോലെ ജസ്റ്റ് 1 ഇയർ കൊണ്ട് എന്തോ ഒരു തട്ടിക്കൂട്ട് കോഴ്സ്? എന്താ നിങ്ങളുടെ രാജു? എനിക്ക് തോന്നുന്നു ഇവൻ്റെ ക്ലാസ്സിൽ ഇവനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തതാണ്, മറ്റുള്ള ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്തതാണ്. ഇപ്പം മെയിൻ ഒരു ഡിഫറൻസ്, ഞാൻ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു. അപ്പം അവിടെ കോറായിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ടാക്സ് ആയിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പം നമുക്കറിയാം ഇന്നത്തെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അനാലിസിസും വേരിയൻസ് അനാലിസിസൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഒരു ടോപ്പിക്സിലോട്ട് വന്നപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഉറപ്പായിട്ടുണ്ടായി. കാരണം മറ്റേത് ടാക്സ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 സെംസ് എനിക്ക് ടാക്സ് തന്നെയായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ വന്നപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജോലി നോക്കാൻ തുടങ്ങി. അപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഈ ടോപ്പ് 4 കമ്പനീസിനെ ഞാൻ നോക്കിയപ്പം അവിടെ എല്ലാത്തിനകത്ത് ഈ ഒരു പോസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുമ്പം ഇതേപോലെ ബഡ്ജറ്റിംഗ്, വേരിയൻസ് അനാലിസിസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം ഞാനിപ്പോൾ ഈ കോഴ്സ് എടുത്തില്ലെങ്കിൽ എനിക്കറിയത്തില്ല, അപ്പം എനിക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പം അതും കൂടാണ്ട് 1 ഇയർ കോഴ്സാണ്. ഈ ഒരു 1 ഇയർ കോഴ്സിൽ നമ്മളിത് പഠിച്ച് തീർത്ത് പെട്ടെന്ന് ഇപ്പം എനിക്ക് 23 ആവാൻ പോകുന്നേ ഉള്ളൂ. ലക്കുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് ജോലിയും കയറാം. അല്ല, ഇത്രത്തോളം ആയില്ലേ, ഇനിയിപ്പോൾ ജോബൊക്കെ എന്തായാലും എൻ്റെ കൂടെ ജോലി എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു നോളേജ് ഉറപ്പായിട്ട് ആ ഒരു യൂസാണ് നമുക്ക് വരുന്നത് ഈ ഒരു കോഴ്സ് എടുക്കും.